ഡെത്ത് കറൻറ്റ് അധ്യായം 8. നിരായുധരായ തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. റാൾഫിനൊഴികെ മറ്റെല്ലാവർക്കും എഴുന്നേറ്റ് ചെന്ന് ഈ സംഘടനം അവസാനിപ്പിക്കേണ്ടതെന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ചാകേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. ആരും തടയാൻ പോകണ്ട, റാൾഫ് പറഞ്ഞു. ജൂലിയൻ്റെ മുഖത്ത് അസഹ്യമായ പരിഭ്രാന്തിയും വേദനയും തെളിഞ്ഞു. ഒരു വേള അവൾ ക്രഫോർഡിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോകാൻ നിന്നതാണ്. ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നവനെ ഞാൻ വെടിവെച്ചിടും, റാൾഫ് തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തി. ജൂലിയൻ സ്വസ്ഥാനത്ത് തന്നെ ഇരുന്നു. ഭക്ഷണങ്ങൾ കഴിഞ്ഞപ്പോഴും ദ്വന്ദ്വയുദ്ധം അവസാനിച്ചിരുന്നില്ല. അരമണിക്കൂറായി അത് തുടരുകയാണ്. ടെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് കുറേ അകലേക്ക് അവർ നീങ്ങിപ്പോയിരുന്നു. പോർവിളികളുടെ ശക്തി ക്ഷയിച്ചു. ശക്തമായ ചീറ്റലും കിതപ്പും മാത്രമായി. രണ്ടുപേരും നന്നേ തളർന്നു കഴിഞ്ഞു. ചലനങ്ങൾക്ക് വേഗത കുറഞ്ഞു. കൊല്ലാനുള്ള പക മാത്രം അപ്പോഴും ബാക്കി നിന്നു. തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതാവുന്നത് വരെ അവർ പൊരുതി. ആരും ജയിക്കുന്നില്ല, തോൽക്കുന്നുമില്ല. അല്പം കഴിഞ്ഞപ്പോൾ സംഘടന രംഗത്തു നിന്നും ശബ്ദമൊന്നും കേൾക്കാനായി. റാൾഫും സംഘവും അവിടേക്ക് ചെന്നു. ഏതാനും അടി അകന്നാണ് ക്രിസ്റ്റഫറും ക്രഫോർഡും കിടന്നിരുന്നത്. അവർ കാൽമുട്ടുകൾ തറയിലൂന്നി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞു പോയിരിക്കുന്നു. കനത്ത പ്രഹരങ്ങളേറ്റ് നീരി വെച്ച് കരുവാളിച്ച മുഖവും കൈകാലുകളും. ദേഹത്തെമ്പാടും ചോരയൊലിക്കുന്നു. രണ്ടുപേരും മൃതപ്രായരായി കഴിഞ്ഞിരുന്നു. ക്രിസ്റ്റഫർ ചോര കലങ്ങിയ മുഖമുയർത്തി കാണികളെ നോക്കി. തീർന്നില്ല, അയാൾ ഞരങ്ങി. എന്നിട്ട് ക്രഫോർഡിൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു. ക്രഫോർഡ് അയാൾക്ക് നേർക്ക് ഇഴഞ്ഞു മുന്നേറാൻ ശ്രമിക്കുകയായിരുന്നു. വീണ്ടും മൽപ്പിടുത്തം ആരംഭിച്ചു. മരണാസന്നരായ രോഗികളെപ്പോലെ അവർ കെട്ടിമറിയുന്നത് ഒരു ദയനീയമായ കാഴ്ചയായിരുന്നു. ക്രഫോർഡിന് കണ്ണുകൾ തുറക്കാൻ വയ്യാത്ത വിധം നീര് വന്ന് മൂടിപ്പോയിരിക്കുന്നു. ക്രിസ്റ്റഫർ വല്ല വിധേനയും ക്രഫോർഡിൻ്റെ മുകളിൽ കയറിപ്പറ്റി. അയാളുടെ നെഞ്ചിൽ ഇരുകാൽ മുട്ടുകളും ഊന്നി രണ്ട് കൈകൊണ്ടും കഴുത്ത് ഞെരിച്ചു തുടങ്ങി. ക്രഫോർഡിൻ്റെ വായി ഗുഹ പോലെ തെളിഞ്ഞു. നീർക്കെട്ടിനടിയിൽ നിന്നും കണ്ണുകൾ പൊന്തി വന്നു. വളരെ പണിപ്പെട്ട് അയാൾ ശരീരം ഒരു വശത്തേക്ക് വളച്ചു. ക്രിസ്റ്റഫർ നിലം തെറ്റി മറിഞ്ഞു വീണു. ക്രഫോർഡ് ഉടനെ ക്രിസ്റ്റഫറിൻ്റെ മേൽ കയറിപ്പറ്റി. കയ്യിൽ കിട്ടിയ ഒരു മരക്കഷ്ണം കൊണ്ട് അയാളുടെ തല അടിച്ചു പൊളിക്കാൻ തുടങ്ങി. ക്രിസ്റ്റഫർ മുഖത്തിനു മേലെ കൈപ്പടം വിരിച്ചു വെച്ച് തടയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാളുടെ വായിലും മൂക്കിൽ നിന്നും ചോര തള്ളി വന്നു. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞു വരാം, അപ്പോഴേക്കും തീരുമാനമാകും, റാൾഫ് നിർവികാരമായി പറഞ്ഞു. പിരിഞ്ഞു പോകാൻ മടിച്ചു നിന്നവരെ അയാൾ തോക്ക് കാണിച്ചു വിരട്ടി. ഞാനൊരു മനുഷ്യനാണെന്നുള്ള ധാരണയൊക്കെ വിട്ടുകളയും. മനസ്സാക്ഷി കുത്തുന്ന് കൂടാതെ 2 or 4 കൊലപാതകം നടത്താൻ എനിക്കിപ്പോൾ സാധിക്കും. എല്ലാവരും ടെൻറ്റിലേക്ക് പോകും. എല്ലാവരും ടെൻറ്റുകളിലേക്ക് തിരിഞ്ഞു നടന്നു. അരമണിക്കൂറിന് ശേഷം സംഘടന രംഗം തീർത്തും നിശബ്ദമായി എന്ന് ബോധ്യമായപ്പോൾ റാൾഫും സംഘാംഗങ്ങളെയും കൂട്ടി പോരാളികളുടെ സമീപത്തേക്ക് പോയി. ഒരാളുടെ കാര്യം തീർന്നിരിക്കണം, റാൾഫ് പറഞ്ഞു. ആരാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയാനുള്ള ഉത്കണ്ഠയോടെ എല്ലാവരും ധൃതി പിടിച്ച് നീങ്ങി. അധ്യായം 21. മല്ലയുദ്ധം നടന്ന പുല്ലിലൊക്കെ ചോര പുരണ്ടിരിക്കുന്നു. റാൾഫ് ആദ്യം ക്രഫോർഡിൻ്റെ അടുത്ത് ചെന്നു. കമന്നു കിടക്കുന്ന ശരീരം നേരെ മറിച്ചിട്ടു. ക്രഫോർഡിന് അനക്കമൊന്നും ഇല്ല. മുഖം കണ്ടാൽ തിരിച്ചറിയാത്ത വിധം നീര് വന്ന് ചീർത്തിരിക്കുന്നു. മൂക്കിലൂടെയും കടവായിലൂടെയും ചോര ഒലിച്ചു വീഴുന്നു. നീര് വിങ്ങിയടഞ്ഞ കൺപോളകൾ. പരിശോധനയിൽ ഹൃദയമിടിപ്പ് നിലച്ചിട്ടില്ലെന്ന് മനസ്സിലായി. അർണോൾഡും വിൽബർട്ട് ഭാര്യയും കൂടി ആ തടിച്ച ശരീരം താങ്ങിയെടുത്ത് ടെൻറ്റിൽ കൊണ്ടുവന്ന് കിടത്തി. ക്രിസ്റ്റഫർ ഒരു വശം ചെരിഞ്ഞാണ് കിടന്നിരുന്നത്. അയാൾക്ക് മുൻനിരയിലെ ചില പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. മുഖം നിറയെ മുഴകൾ, ദേഹത്തെമ്പാടും ചോര. അയാളുടെ ബോധമില്ലാതെ കിടക്കുകയാണ്. ദൈവമേ, രണ്ടും ചത്തിട്ടില്ല, ഇനിയും ഇത് ആവർത്തിക്കുമല്ലോ, റാൾഫ് തലയിൽ കൈവച്ച് പറഞ്ഞു. റാൾഫും ഷാൻപിയറും കൂടി മൃതവായനായ ക്രിസ്റ്റഫറിനെയും ഒരു വിധത്തിൽ വലിച്ചഴിച്ച് ടെൻറ്റിൽ കൊണ്ടുവന്നു. ഇയാൾ ചത്തുപോകുകയുള്ളൂ. ക്രിസ്റ്റഫറിൻ്റെ നാടിയെടുപ്പ് പരിശോധിച്ച ശേഷം റാൾഫ് പറഞ്ഞു. ക്രഫോർഡും ജീവിക്കുന്ന കാര്യം സംശയമാണ്, അർണോൾഡ് പറഞ്ഞു. 2 മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണെന്ന് കണ്ടാൽ തോന്നുകയുള്ളൂ. ജൂലിയൻ ക്രഫോർഡിനെ പരിചരിക്കുന്ന ചുമതല സ്വയം ഏറ്റെടുത്തു. അവൾ ബ്രാൻഡിയിൽ പഞ്ഞിമുക്കി അയാളുടെ മുറിവുകളും ക്ഷതങ്ങളും തുടച്ചു വൃത്തിയാക്കി. പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകൾ അടങ്ങിയ പെട്ടി റാൾഫിൻ്റെ കൈവശമായിരുന്നു. റാൾഫ് അവൾക്ക് വേണ്ട മരുന്നുകൾ നൽകി.
ക്രിസ്റ്റഫറിനെ പരിചരിക്കാൻ ആരുമില്ല. അനാഥശവം പോലെ അത് രാത്രിയാവുന്നതുവരെ ടെൻറ്റിൽ കിടന്നു. കരോളിനാണ് അയാളോട് അല്പമെങ്കിലും അലിവ് തോന്നിയത്. അയാൾ ജൂലിയനെ അനുകരിച്ച് ക്രിസ്റ്റഫറിന് വേണ്ട പ്രഥമ ശുശ്രൂഷകൾ നൽകി. ഒടുവിൽ ഷാൻ പിയറും സഹായിച്ചു. ക്രിസ്റ്റഫറിൻ്റെ മുഖം കണ്ടാൽ ഭയം തോന്നുമായിരുന്നു. അത് അനേകം ചെറുമുഴകൾ നിറഞ്ഞ ഒരു വലിയ മാംസകഷ്ണം പോലെ തോന്നിപ്പിച്ചു. രാത്രിയായിട്ടും രണ്ടുപേർക്കും ബോധമുണർന്നില്ല. സംഘാംഗങ്ങൾക്ക് മരത്തിന് മുകളിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് കയറിപ്പറ്റാനുള്ള സമയമായി. ക്രിസ്റ്റഫറിനെ ടെൻറ്റിൽ മൂടി പുതപ്പിച്ച് കിടത്തിയിട്ട് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കരോൾ അതിനോട് അനുകൂലിച്ചില്ല. ജൂലിയൻ ക്രഫോർഡിനൊപ്പം താഴെ ടെൻറ്റിൽ തന്നെ രാത്രി കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്രിസ്റ്റഫറിനെ ടെൻറ്റിൽ ഉപേക്ഷിച്ച് പോകാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല. അത് ജൂലിയനോടുള്ള ചെറിയ ഒരു വാശിയാണ്. ജൂലിയനോട് മാത്രമല്ല, റാൾഫിനോടും മറ്റുള്ളവരോടും അതേ വാശിയുണ്ട്. ക്രിസ്റ്റഫറിൻ്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചൊക്കെ അടുത്തറിയാനും അയാളെ മനസ്സിലാക്കാനും സാൻ ഫ്രാൻസിസ്കോവിൽ വെച്ച് അവൾക്ക് സാധിച്ചിരുന്നു. കരോൾ മുകളിലേക്ക് പോരാത്തതുകൊണ്ട് ഷാൻ പിയറും ഒരു രാത്രി ടെൻറ്റിൽ തങ്ങാൻ തീരുമാനിച്ചു. മുകളിൽ റാൾഫും ഭാര്യയും അർണോൾഡും വിൽബർട്ടും മാത്രം. രാത്രി കുറേ ആയപ്പോൾ കരോൾ ഉറക്കം തൂങ്ങി തുടങ്ങി. ഒന്ന് തല ചായ്ച്ചോളൂ, ഷാൻ പിയർ പറഞ്ഞു. അവർ ലേശം മടിച്ച ശേഷം ഷാൻ പിയറിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു. ജൂലിയൻ ക്രഫോർഡിന് സമീപത്തായി ഉറക്കമായി. ഷാൻ പിയറും കരോളിൻ്റെ മുടിയിലൂടെ മെല്ലെ വിരലോടിച്ചു. അവളുടെ അടഞ്ഞ ഇമകളിലൂടെ നെറ്റിയിലും കവിളിലും അയാൾ സ്പർശിച്ചു. ചുണ്ടിനു മീതെ വിരൽ ചേർത്ത് വെച്ചുകൊണ്ട് അയാൾ അങ്ങനെ ഇരുന്നു. ഹൃദയം അലിഞ്ഞിറങ്ങുന്നത് പോലെയൊരു തോന്നൽ. കരോളിനെ ചുംബിച്ചുണർത്താനുള്ള ആവേശം, അല്ലെങ്കിൽ അവളെ രാപ്പക്ഷികളുടെ പാട്ടുപാടി ഉണർത്താനുള്ള വെമ്പൽ. ഇടയ്ക്കിടെ അയാൾ കുനിഞ്ഞ് അവളെ നോക്കി. കൈവളയിൽ മുഖത്തെ പാർഷണിച്ച് വശം ചെരിഞ്ഞ് ഒരു ശിശുവിനെ പോലെ കരോൾ ഉറങ്ങുന്നു. മെഴുകുതിരിയുടെ പ്രകാശം അവളുടെ കവിൾത്തടത്തിൽ തട്ടി പ്രതിഫലിക്കുന്നു. അയാൾ സ്വപ്നത്തിലെന്നപോലെ അവളുടെ ശിരസിൽ തലോടിക്കൊണ്ടിരുന്നു. വെളുപ്പാൻ കാലത്തെപ്പോഴോ ക്രഫോർഡിന് ബോധം വീണ് കിട്ടി. അയാൾ ഞരങ്ങുകയും മൂളുകയും ചെയ്തു. നേരം പുലർന്നതിന് ശേഷമാണ് ക്രിസ്റ്റഫറിന് ബോധം വീണത്. ഉണർന്നയുടൻ കരോൾ അയാളുടെ വായിലേക്ക് കുറച്ച് മദ്യം ഒഴിച്ചു കൊടുത്തു. ക്രിസ്റ്റഫറിനും ക്രഫോർഡിനും തനിയെ എഴുന്നേൽക്കാൻ സാധിച്ചില്ല. പേശികളെല്ലാം ചതഞ്ഞു നുറുങ്ങിയ അതികഠിനമായ വേദനയോടുകൂടി മല്ലിട്ടുകൊണ്ട് അവർ ടെൻറ്റിനുള്ളിൽ തന്നെ കഴിഞ്ഞു. ജൂലിയൻ ക്രഫോർഡിൻ്റെ സമീപത്തും കരോൾ ക്രിസ്റ്റഫറിൻ്റെ ചാരത്തും തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും പരസഹായം കൂടാതെ കഷ്ടിച്ച് എഴുന്നേറ്റ് നിൽക്കാമെന്നായി. ക്രഫോർഡ് അല്പമല്പമായി ഭക്ഷണം കഴിക്കാനും തുടങ്ങി. പക്ഷേ ക്രിസ്റ്റഫറിൻ്റെ ചുണ്ടുകൾ വായും നീരും ഒന്ന് വീർത്തിരുന്നതുകൊണ്ട് ആഹാരം കഴിക്കാൻ സാധിച്ചില്ല. വല്ലപ്പോഴും ഒന്നോ രണ്ടോ കവിൾ മദ്യം അകത്താക്കും, അത്രമാത്രം. രണ്ടാമത്തെ ദിവസം റാൾഫ് അവരുടെ സമീപം വന്നു പറഞ്ഞു, ഇനിയുള്ള വഴക്കുകൾ ഈ ദ്വീപിൽ വെച്ച് വേണ്ട. നിങ്ങളുടെ സ്വന്തം കരുത്തത് മുഴുവൻ പരസ്പരം ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞു. രണ്ടും ചാവേണ്ടതായിരുന്നു. ഈ പെൺകുട്ടികളുടെ പരിചരണം കൊണ്ട് കിട്ടിയ ജീവനും കരുത്തുമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അത് വീണ്ടും ഒരു യുദ്ധത്തിന് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ക്രഫോർഡ് കോമണിയിൽ തൂങ്ങി മരത്തിലേക്കുള്ള ഷെൽട്ടറിൽ ചെല്ലാനുള്ള ആരോഗ്യമാകുന്നതുവരെ ജൂലിയൻ അയാളോടൊപ്പം ടെൻറ്റിൽ തന്നെ കഴിഞ്ഞു. അവൾ സൂക്ഷ്മതയോടെ അയാളെ പരിചരിച്ചു. ക്രഫോർഡിന് അതൊരു പുതിയ അനുഭവമായിരുന്നു. പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കഠിനമായ വേദന അനുഭവിച്ചുള്ള കിടപ്പിൽ ജൂലിയൻ്റെ സ്നേഹപൂർണമായ ശുശ്രൂഷ അതിമനോഹരമായ ഒരു പുഷ്പം അതിൻ്റെ ഇതളുകൾ കൊണ്ട് തലോടുന്നത് പോലെയാണ് ക്രഫോർഡിന് അനുഭവപ്പെട്ടത്. അവളുടെ സ്പർശനം വേദനകളെ അലിയിച്ചു കളയുന്നത് പോലെ അയാൾക്ക് തോന്നി. എഴുന്നേൽക്കാമെന്നായപ്പോൾ അയാൾ ജൂലിയൻ്റെ കൈപിടിച്ച് പുൽത്തകടിയിലൂടെ അല്പം നടന്നു. ജൂലിയൻ കരുതലോടെ അയാളെ താങ്ങിപ്പിടിച്ചു. പുതിയൊരു ജീവിതത്തിലേക്കുള്ള, പുതിയൊരു ലക്ഷ്യത്തിലേക്കുള്ള കാൽവയ്പ്പുകളാണ് അതെന്ന് ക്രഫോർഡിന് തോന്നി. അയാളുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ താളം അനുഭവിച്ചു തുടങ്ങി. തൻ്റെ പരുക്കൻ ജീവിതത്തിലേക്ക് വളരെയധികം തിളക്കവും പ്രകാശമുള്ള ഒരൊറ്റ രശ്മി വന്നു വീണിരിക്കുന്നതായി അയാൾ വിചാരിച്ചു. ക്രിസ്റ്റഫറും ക്രഫോർഡും പരസ്പരം ഏൽപ്പിച്ച പരിക്കുകളുടെ വടുക്കൾ ശരീരത്തെമ്പാടും ശേഷിച്ചു. രണ്ടുപേർക്കും മരത്തിന് മുകളിലെ ഷെൽട്ടറിൽ കയറി ചെല്ലാമെന്നായി. ഭാര്യയും അർണോൾഡും വിൽബർട്ടും എല്ലാം പകലിലും കടലിൽ നിന്നും മത്സ്യം പിടിച്ചു കൊണ്ടുവരും. റാൾഫും ഷാൻ പിയറും കാട്ടിൽ വേട്ടയ്ക്ക് പോയി എന്തെങ്കിലും കൊണ്ടുവരും. അതുകൊണ്ട് ആഹാരത്തിന് മുട്ടില്ലാതെ കഴിഞ്ഞു. ബ്ലാക്ക് ഡീമൻ്റെ രാത്രി വീണ്ടും എത്തി. അന്ന് റാൾഫും ഷാൻ പിയറും കാവൽ. ഉറക്കം വരാതിരിക്കാൻ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മൾ ഇത്രയും പേരെങ്കിലും സാൻ ഫ്രാൻസിസ്കോവിൽ തിരിച്ചെത്തുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ, റാൾഫ് പറഞ്ഞു. അങ്ങനെ ആശ്വസിക്കാം, ഷാൻ പിയർ പ്രതിവദിച്ചു. അന്നൊരിക്കൽ ശപിച്ചിരുന്ന എൻ്റെ രാജ്യം കാണാൻ
ഇപ്പോൾ എനിക്ക് തിടുക്കമായി. സാൻ ഫ്രാൻസിസ്കോവിലെത്തി എൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ എനിക്ക് ധൃതിയായി. എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, എൻ്റെ സ്നേഹിതർ. റാൾഫ് ശബ്ദം താഴ്ത്തി സ്വപ്നത്തിലെന്ന പോലെ പറഞ്ഞു. ഒരു പ്രഭാതത്തിൽ നമ്മൾ സാൻ ഫ്രാൻസിസ്കോവിലേക്ക് കടന്നു ചെല്ലുന്ന ആ രംഗമൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഷാൻ പിയർ മറുപടിയൊന്നും പറഞ്ഞില്ല. അമേരിക്ക ഇപ്പോൾ നമ്മളെക്കുറിച്ച് എന്താണ് കരുതുന്നത്? 13 ഭ്രാന്തന്മാർ കയറിപ്പോയ ഹണ്ടർ എന്ന ലോഞ്ച് പസഫിക്കിലെവിടെയോ മുങ്ങിത്താണ് എല്ലാവരും ചത്തു കഴിഞ്ഞെന്ന്. അവരുടെ ഹെലികോപ്റ്ററുകളും ഗൺബോട്ടുകളും നമ്മെ തിരഞ്ഞ് നിരാശരായ ശേഷം നമ്മുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടാവും. നമ്മൾ 9 പേർ ഇവിടെ ജീവിച്ചിരിക്കുന്നെന്ന് ലോകം അറിയുന്നില്ല. ഒരല്പവിരാമത്തിനു ശേഷം റാൾഫ് തുടർന്നു. വിധിയിലും ഭാഗ്യത്തിലും എന്തോ ചില അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. ഷാൻ പിയർ വിരസതയോടെ കോട്ടുവായിട്ടു. അപ്പോൾ ഞാനിതാണ് പറഞ്ഞു വന്നത്. ഇവിടെ നിന്നും രക്ഷപ്പെട്ടയുടൻ ഞാൻ നേരെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകും. പിന്നീടൊരിക്കലും ഞാൻ പുറത്തിറങ്ങിയില്ല. ഞാനങ്ങനെ അവരോടൊപ്പം സന്തോഷമായി കഴിയുന്നത് എനിക്കിപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. റാൾഫ് പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. കാടുകൾക്ക് മീതെ കൂടെ കാട്ടലകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അരണ്ട വെളിച്ചമുള്ള രാത്രി, ദൂരെ കടലിൻ്റെ ആരവം, ആകാശത്ത് മങ്ങിയ നിലാവും നക്ഷത്രങ്ങളും, വീർപ്പടക്കി നിൽക്കുന്ന അന്തരീക്ഷം, ഭയാനകമായ നിശബ്ദത. ഷാൻ പിയറിൽ വനഭീതി ഉയർന്നു. ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന് തോന്നിയ അയാൾ ജാഗരൂകരായി. മരക്കൂട്ടങ്ങൾക്കുള്ളിൽ നിന്നും അല്പമകലെ 2 പച്ചക്കണ്ണുകൾ അയാളെ ഞെട്ടിച്ചു. ഏകദേശം 13 അടിയോളം ഉയരത്തിൽ കറുത്ത ഭീമാകാരമായ ഒരു രൂപം. ബ്ലാക്ക് ഡീമൺ, ബ്ലാക്ക് ഡീമൺ! ഷാൻ പിയർ ഉച്ചത്തിൽ വിളിച്ചു കൂവി. ഷാൻ പിയറും റാൾഫും അത് കണ്ടു കഴിഞ്ഞിരുന്നു. അധ്യായം 22. ഷെൽട്ടറിലുണ്ടായിരുന്നവരെല്ലാം ഞെട്ടിയുണർന്നു. റാൾഫും ഷാൻ പിയറും ഭാര്യയും തോക്കുകൾ തയ്യാറാക്കി വെച്ചു. അവരുടെ നേർക്ക് ജ്വലിക്കുന്ന ആ പച്ച ഗോളങ്ങൾക്ക് നോക്കിക്കൊണ്ടിരുന്നു. അല്പനേരം നിന്നിട്ട് അവൻ 2 ചുവട് മുന്നോട്ട് കയറി. ഭാര്യയാണ് ആദ്യം നിറയിച്ചത്. വെടിവെച്ച രാത്രിയുടെ പ്രശാന്തതയെ തുടർന്നു. എന്നിട്ടും അവൻ മുന്നോട്ട് തന്നെ വന്നു. ഇപ്പോൾ റാൾഫും ഷാൻ പിയറും വെടിവെച്ചു. പെട്ടെന്ന് കുറ്റികൾ ചെടികൾക്കിടയിൽ ആ ഭീകരരൂപം താണു. അവൻ തറയിൽ പതുങ്ങിയിരിക്കുകയാണെന്ന് തോന്നി. കുറേ സമയത്തിന് ശേഷം അവനെ കാണാനേ കഴിയുന്നില്ല. വെടിവയ്പ് അവസാനിച്ചു. വളരെ സമയത്തിന് ശേഷം കുറ്റിച്ചെടികൾ ഉലച്ച് ജ്വലിക്കുന്ന പച്ചഗോളങ്ങൾ മേൽപോട്ട് വരുന്നു. റാൾഫിന് വെടിവെക്കാനിടയ്ക്ക് മുമ്പ് ആ രൂപം കുതിച്ചു ചാടി മരങ്ങൾക്കപ്പുറം മറഞ്ഞു. അവൻ വീണ്ടും വരുമെന്ന് ഭയന്ന് ഷെൽട്ടറിലുണ്ടായിരുന്നവർ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. ആർക്കും ഉറങ്ങാൻ സാധിച്ചില്ല. ഇങ്ങനെയൊരു തിരിച്ചടി അവൻ പ്രതീക്ഷിച്ചിരിക്കില്ല. ഷാൻ പിയർ പറഞ്ഞു. മരങ്ങളുടെ മുകളിൽ നിന്നുള്ള ആക്രമണം, അത് ശരി തന്നെ. പക്ഷെ അവൻ തീർത്തും പിന്മാറിയെന്ന് ഇതിനർത്ഥമില്ല, റാൾഫ് അഭിപ്രായപ്പെട്ടു. അന്ന് രാത്രിയിൽ പിന്നെ അവൻ്റെ ശബ്ദമുണ്ടായില്ല. രാവിലെ എല്ലാവരും പുൽത്തകടിയിൽ ഇറങ്ങി. ബ്ലാക്ക് ഡീമണെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പുൽത്തകടിയിൽ ഇരിപ്പുറപ്പിച്ചു. കഴിഞ്ഞ രാത്രിയോടെ ആ രൂപത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടി. 13 അടിയോളം ഉയരവും കറുത്തു ഭീമാകാരമായ ശരീരവുമുള്ള ഒരു അപൂർവ ജീവി. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ സംശയം. ഏറ്റവും കുറഞ്ഞത് ഒരു ജോഡിയെങ്കിലും ഉണ്ടാവില്ലേ? അത് തീർച്ചയില്ല. ഒരുപക്ഷെ ഇവൻ മാത്രം ഒറ്റപ്പെട്ട് ഈ ദ്വീപിൽ വന്നുപെട്ടതായിക്കൂടുന്നില്ലല്ലോ, ഷാൻ പിയർ ഉത്തരം നൽകി. റാൾഫ് ചോദിച്ചു. അപ്പോൾ ഇതെന്ത് തരം ജീവിയാണെന്നാണ് നിങ്ങളുടെ സങ്കല്പം? മനുഷ്യനോട് സദൃശ്യനാണെന്ന് ഏറെക്കുറെ വ്യക്തമായില്ലേ? എനിക്ക് തോന്നുന്നത് ആസ്ട്രേലിയൻ വനാന്തരങ്ങളിൽ വെച്ച് ഒരു പറ്റം ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു അജ്ഞാത ജനുസിൽപ്പെട്ട ഒരു ഉരകമാണെന്നാണ് ഇവൻ. മനുഷ്യൻ്റെ ഇരട്ടി ഉയരവും 4 ഇരട്ടി ഭാരവുമുള്ള മനുഷ്യനോട് സാദൃശ്യമുള്ള ജീവികളെ ആസ്ട്രേലിയയുടെ വനാന്തരങ്ങളിൽ വെച്ച് കണ്ടതായി സാർ വിൽക്കിൻസൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയോ അതൊക്കെ വായിച്ചിട്ടുണ്ട്. ഗവേഷക സംഘത്തിൽ അവയുടെ ആക്രമണം നേരിടേണ്ടി വരികയുണ്ടായിരുന്നു. അവർക്ക് 3 പേരെ നഷ്ടപ്പെട്ടു. പെടുന്നനെ ആക്രമിച്ച് അതിവേഗം കാട്ടിലേക്ക് ഓടിമറിയുന്ന മാംസബുക്കുകളായ ഈ ജീവികൾക്ക് കരടിയെപ്പോലെ രോമാവൃതമായ ശരീരമാണുള്ളതെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു. അവയുടെ കാൽപ്പാടുകളും ഫോട്ടോ ഹിമാലയത്തിലും സൈബീരിയൻ മഞ്ഞുകായലുകളും ഉണ്ടെന്ന് കരുതപ്പെടുന്നു. യതി എന്ന ഹിമമനുഷ്യൻ്റേതിന് തുല്യമാണെന്നും ചില ഗവേഷക സംഘം സമർത്ഥിച്ചിരുന്നു. അത്തരം ജീവികളിൽ ഒരെണ്ണം എങ്ങനെയോ ഒറ്റപ്പെട്ട ദ്വീപിൽ വന്നു ചേർന്നതായിരിക്കണം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷാൻ പിയർ തുറന്നു. എനിക്ക് തോന്നുന്നത് ഇവൻ പടുവൃദ്ധനായി കഴിഞ്ഞുവെന്നാണ്. പകൽ സമയത്ത് കാഴ്ചശക്തി തീരെയില്ലെന്നായി. അതാണ് കടന്നാക്രമിക്കാനുള്ള വേഗതയും കരുത്തും നഷ്ടപ്പെട്ടത്. അതാവും പലപ്പോഴും അവൻ പിന്മാറാൻ കാരണം. ഷാൻ പിയറിൻ്റെ വിശദീകരണം എല്ലാവർക്കും തൃപ്തികരമായി തോന്നി. അവന് വിശപ്പ് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നലെ വന്നത്. ഇന്നും അവൻ വരാതിരിക്കില്ല. നമ്മൾ വളരെ
പകൽ കഴിച്ചുകൂട്ടി. പകൽ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിലെന്ന് ഓരോരുത്തരും ആശിച്ചു. റാൽഫ് രാവിലെ മുതൽ വാചാലനായി കാണപ്പെട്ടു. സ്നേഹപ്രകടനങ്ങളുടെ വൈവശ്യം അയാളെ ബാധിച്ചിരുന്നു. ഞാനിതിനെ അതിജീവിക്കും എന്നയാൾ ആവേശത്തോടെ പ്രഖ്യാപിച്ചു. റാൽഫിൻ്റെ പെരുമാറ്റം ഷാൻ പിയറിന് ദുസൂചനയായി തോന്നി. വൈകുന്നേരം റാൽഫ് പറഞ്ഞു, ഇന്നത്തെ പകലുറക്കത്തിൽ നിറയെ സ്വപ്നങ്ങളായിരുന്നു. എല്ലാവരെയും ഞാൻ കണ്ടു. എൻ്റെ കുടുംബാംഗങ്ങളെയും സ്നേഹിതരുമൊത്ത് കാലിഫോർണിയയിലേക്ക് പോവുകയായിരുന്നു ഞാൻ. വേനൽക്കാലം കഴിച്ചുകൂട്ടാൻ ഗോതമ്പ് വയലുകളിലൂടെയും പഴത്തോട്ടങ്ങളുടെ ഇടയിലൂടെ നീണ്ടു പോകുന്ന പാത എല്ലാം ഞാൻ ശരിക്കും ഓർക്കുന്നു. ഹാരിസ് ഒരു വേട്ടക്കഥ പറയുകയായിരുന്നു. തടാകത്തിനടുത്ത് വിശ്രമിക്കാനിരുന്നപ്പോൾ ഫെഡറിക്സ് എനിക്ക് ഒരു ബ്രാൻഡി ചേർത്ത് കാപ്പി ഉണ്ടാക്കി തന്നു. മാർഗരറ്റും കദീറിനും ബജീറിനും കൂടി ബോട്ടിൽ കയറി തുഴഞ്ഞുപോയി. തിരിച്ചു വന്നത് കാതറിൻ മാത്രം. അവൾ കരയുകയുണ്ടായിരുന്നു. വെർജീനിയ തടാകത്തിൽ മുങ്ങിപ്പോയെന്നും മാർഗരറ്റ് മറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അവൾ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ സ്വപ്നം പിന്നെയും നീണ്ടുപോയി. ചിലപ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയെപ്പോലെ ആഹ്ലാദിച്ചു, മറ്റു ചിലപ്പോൾ ശിശുവിനെ പോലെ വാവിട്ടു കരഞ്ഞു. സമയം മറന്ന് സന്തോഷിക്കാനും ഹൃദയം തകരും വിധം ദുഃഖിക്കാനുമുള്ള സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അറ്റ്ലാന്റിക് മുറിച്ചു കടന്ന് പോർച്ചുഗലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ നിന്നും എൻ്റെ ആത്മസ്നേഹിതൻ കടലിൽ വീഴുന്ന കാഴ്ച എന്തുമാത്രം ദാരുണമായിരിക്കും. ഇങ്ങനെയാണ് അത് അവസാനിച്ചത്. ഞാൻ വീണതുപോലെയായി. കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ മുങ്ങിത്താണ് പോയി. രാത്രിയും പതിവിലും നേരത്തെ എല്ലാവരും ഷെൽട്ടറിൽ കയറിപ്പറ്റി. അന്ന് രാത്രിയും ബ്ലാക്ക് ഡീമൻ്റെ ആക്രമണമുണ്ടായേക്കുമെന്ന് എല്ലാവർക്കും നിശ്ചയമുള്ളതുപോലെ തോന്നി. ആരും ഉറങ്ങിയില്ല. കാട് നിശബ്ദതയിലാണ്ടു. കടലിൻ്റെ ആരവം കേൾക്കാമായിരുന്നു. മങ്ങുകയും തെളിയുകയും ചെയ്യുന്ന നിലാവ്. ജ്വലിക്കുന്ന പച്ചഗോളങ്ങളെ തേടി അനേകം കണ്ണുകൾ പരിസരങ്ങളിലൂടെ ഉഴറിപ്പാഞ്ഞു. റാൾഫാണ് ആദ്യം കണ്ടത്. അയാൾ ഏറ്റവും ഉയരം കൂടിയ ഷെൽട്ടറിൽ തനിച്ചായിരുന്നു. മരങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പച്ച നിറമുള്ള കളക്കം. അവൻ വന്നു. റാൾഫ് പറഞ്ഞു. എല്ലാവരുടെയും മനസ്സിൽ ഭീതി ഇരച്ചു കയറി. കയ്യിലെന്തിയ തോക്കുകൾക്ക് വിറയൽ. റാൾഫ് തുടരെ ആ ദിക്കിലേക്ക് നിറയൊഴിച്ചു. പച്ചക്കണ്ണുകൾ അപ്രത്യക്ഷമായി. അവൻ മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചുവെന്ന് തോന്നി. റാൾഫ് അവിടേക്ക് തന്നെ ഇടയ്ക്കിടെ വെടിവെച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മരങ്ങളുടെ പുറകിൽ നിന്നും ഒരു വലിയ ദോഹത്തകട് കൊണ്ടുവന്ന് റാൾഫും സംഘവും അമ്പേ മലച്ചുപോയി. അവൻ താർന്ന കപ്പലിൽ നിന്നോ മറ്റോ ഇടയ്ക്കെടുത്ത ലോഹത്തോട് പരിചയമായി പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. ഇടയ്ക്ക് മിന്നൽ പോലെ പച്ചക്കണ്ണുകൾ തെളിഞ്ഞു കാണാം. പെട്ടെന്ന് തന്നെ മറയുകയും ചെയ്യുന്നു. ഷാൻ പിയർ, ക്രഫോർഡ്, ബാരി, ഫയർ! റാൾഫ് അലറി വിളിച്ചു. തോക്കുകൾ തുടരെ ഗർജിച്ചു കൊണ്ടിരുന്നു. ബ്ലാക്ക് ഡീമൻ ലോഹത്തകട് മറയാക്കി വെടിയുണ്ടകളെ ചെറുത്തുകൊണ്ട് സാവധാനം ഷെൽട്ടറുകൾക്ക് നേർക്ക് മുന്നേറി. ഇടയ്ക്ക് കാട് കിടുങ്ങുമ്പോഴും ഭയാനകമായി ഒന്നലറി. ലൈസിയും ജൂലിയനും വിറവുകൊണ്ട് ശിഖരത്തിൽ ചുറ്റിപ്പിടിച്ച് പ്രാണഭീതിയോടെ ഇരുന്നു. അർണോൾഡിൻ്റെയും ഭാര്യൻ്റെയും ക്രിസ്റ്റഫറിൻ്റെയും തോക്കുകൾ ഒഴിഞ്ഞു. ഇനി വെടിയുണ്ടയില്ല. ലോഹത്തകട് തലയ്ക്കുമീതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ഷെൽട്ടറുകൾക്ക് കീഴിലെത്തി. ഒരു കൈ കൊണ്ട് ജൂലിയനും കരോളും ഇരുന്ന മരം പിടിച്ചു കുലുക്കി. അവർ രണ്ടുപേരും ശിഖരത്തിൽ അള്ളിപ്പിടിച്ചിരുന്നു. ഷാൻ പിയറും ക്രഫോർഡും വീണ്ടും നിറയൊഴിച്ചു. അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ബ്ലാക്ക് ഡീമൻ അർണോൾഡും വിൽബർട്ടും ഇരുന്ന മരച്ചുവട്ടിലെത്തി ആ മരം പിടിച്ചു കുലുക്കി. ഇതിനിടയിൽ റാൾഫിൻ്റെ വെടിയുണ്ടകൾ തീർന്നു. എല്ലാവരും തകടിനു മീതേക്ക് നിഷ്ഫലമായ വെടിയുണ്ട പമ്പ് ചെയ്യുകയായിരുന്നു. ക്രഫോർഡിനും ഷാൻ പിയറിനും തോക്കുകൾ നിശബ്ദമാകുന്നതുവരെ അവർ ഷെൽട്ടറിന് കീഴിലുള്ള മരം പിടിച്ചു കുലുക്കുന്നതും. റാൾഫ് ഇരുന്ന മരം ഏതാനും വാര അകലെയായിരുന്നു. ബ്ലാക്ക് ഡീമൺ അതിൻ്റെ ചുവട്ടിലെത്തി. ക്രഫോർഡും ഷാൻ പിയറും അർണോൾഡും ഭാര്യയും വിൽബർട്ടും പെൺകുട്ടികളും വീർപ്പടക്കി നടുങ്ങിത്തിരിച്ചിരുന്നു. റാൾഫ് സുബോധം നഷ്ടപ്പെട്ടതുപോലെ ഒഴിഞ്ഞ തോക്കിൻ്റെ ട്രിഗറിൽ കൂടെ വിരൽ കോർത്ത് വലിച്ചു. ബ്ലാക്ക് ഡീമൺ മറ്റു ഷെൽട്ടറുകൾക്ക് നേർക്ക് ലോഹത്തോട് മറയാക്കി പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് കാലുകളും ഉപയോഗിച്ച് അനായാസം റാൾഫിൻ്റെ മരത്തിലേക്ക് കയറാൻ തുടങ്ങി. റാൾഫിൻ്റെ നെഞ്ചിൽ തുടരെ ഇടിമുഴങ്ങി. ക്രഫോർഡ്, ഷാൻ പിയർ, വെടിവെക്കൂ! അയാൾ നിലവിളിച്ചു. ശൂന്യമായ തോക്കുകളുമായി മറ്റുള്ളവർ മരവിച്ചിരുന്നു. നിനക്ക് ഞാൻ പിടിതരത്തിലുള്ള ചെകുത്താനെ! റാൾഫ് മരത്തിലൂടെ മറ്റൊരു ശിഖരത്തിലേക്ക് വലിഞ്ഞു കയറി. ഷാൻ പിയർ മറ്റൊന്നും ചെയ്യാനാവാതെ തൻ്റെ തോക്കും അവന് നേർക്ക് വലിച്ചെറിഞ്ഞു. ഇല്ല, ഇത് സത്യമല്ല! റാൾഫ് സുബോധം നശിച്ച് അലറി വിളിച്ചു. ബ്ലാക്ക് ഡീമൺ റാൾഫ് ഇരുന്ന ശിഖരത്തിലേക്ക് ചാടിക്കുതിച്ചു. കഷ്ടിച്ച് ശിഖരത്തിൽ പടികിട്ടി. അത് ഒടിഞ്ഞുകൊണ്ട് അവൻ നിലംപതിച്ചു. ഭൂമി കുലുങ്ങും വിധമുള്ള ശബ്ദം ഒടിഞ്ഞു നുറുങ്ങിയ ചിലകൾക്കിടയിൽ നിന്നും റാൾഫ് എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. അധ്യായം 23.
ചിലകൾക്കിടയിൽ നിന്നും പുറത്തു ചാടി ഓടാൻ ഭാവിച്ച റാൾഫിനെ ബ്ലാക്ക് ഡീമൺ ലോഹപ്പാളികൾ കൊണ്ട് അടിച്ചു വീഴ്ത്തി. റാൾഫ് അത്യുച്ചത്തിൽ അലറി വിളിച്ചു. ബ്ലാക്ക് ഡീമൺ അയാളുടെ കാലുകളിൽ പിടികൂടി മോലോട്ടുയർത്തി. ഇല്ല. റാൾഫിൻ്റെ ആക്രാന്തനം വീണ്ടും വീണ്ടും ഉയർന്നു. ബ്ലാക്ക് ഡീമൺ റാൾഫിൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.